Hi all, welcome to IE Plus. ഞാൻ അക്ഷര. സീറ്റഡ് എക്സാമിനേഷൻ്റെ ഡേറ്റ് ഒക്കെ വന്നു. എല്ലാവരും നല്ല സ്പീഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം ആ സിലബസ് അങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്ന മേഖലയാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി. സൈക്കോളജിയും പെഡഗോജിയും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ഏരിയ. സിലബസ് നോക്കുമ്പോഴത്തേക്ക് കുറേ ടേംസ് ഉണ്ട്. റീസെൻ്റായിട്ട് BEd അല്ലെങ്കിൽ DLEd പഠിച്ചു കഴിഞ്ഞവർക്ക് ടേമുമായിട്ടൊക്കെ ഒരു പരിചയമുണ്ട്. പരിചയം വിട്ട് പോയിട്ടില്ല, ആ ഒരു ടച്ചുണ്ട്. പക്ഷേ കുറച്ച് ടൈം കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പല ടേംസും എവിടെയാണ് കേട്ടത്, ആരുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ അങ്ങ് കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ ഒരു സീരീസിലൂടെ നമ്മൾ ആ ഒരു കംപ്ലീറ്റ് പോർഷൻ, സൈക്കോളജിയും പെഡഗോജിയും മിക്സ് ചെയ്ത് വരുന്ന കംപ്ലീറ്റ് പോർഷൻ എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു തരികയാണ്. ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കും പഠിക്കുകയല്ല, അതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ അവൈലബിൾ ആണ്. ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സിലറ്റ് പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടതും, എന്തൊക്കെ പഠിച്ചാൽ മതി, എന്തൊക്കെ പഠിക്കേണ്ട ഏകദേശം അറിയണം, ആ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഒരു സീരീസ് ആയിട്ടാണ് നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ചൈൽഡ് ഡെവലപ്മെൻറ്റ്, പ്രൈമറി സ്കൂൾ ചൈൽഡിൻ്റെ കാര്യം വരുന്നത് 15 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ 15 മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണല്ലോ. അപ്പോൾ അവിടെ ആദ്യം വരുന്ന ഒരു 5 പാർട്ടിൽ നിന്ന് നോക്കാം. ബാക്കി നമുക്ക് തുടരെയുള്ള സീരീസിൽ നോക്കാം. കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ്. ആദ്യം പറഞ്ഞ ടോപ്പിക് എന്താണ്? കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ്. ഈ റെഡ് ലൈനിൽ കൊടുത്തേക്കുന്ന ഭാഗങ്ങൾ മാത്രമേ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട പോയിന്റ്സ് ആണ് നമ്മൾ സബ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് വരിക? മീനിങ് ഓഫ് ഗ്രോത്ത്, മെച്ചുറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. എന്താണ് വളർച്ച, അതോടൊപ്പം എന്താണ് മെച്ചുറേഷൻ, പരിപക്വനം, എന്താണ് ഡെവലപ്മെൻറ്റ്, വികാസം, ഇതാണ് അറിയേണ്ടത്. പിന്നെ എന്തൊക്കെയുണ്ട്? ഡെവലപ്മെൻറ്റ് ആസ് കണ്ടിന്യൂസ് ആൻഡ് സീക്വൻഷ്യൽ. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. അതേപോലെ എന്താണ്, അതിനൊരു സീക്വൻസും ഉണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ റിലേഷൻ ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ്. വികാസവും പഠനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കണം. റോൾ ഓഫ് റെഡിനെസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ലേണിംഗ്. പഠനത്തിന് എന്താണ് നമ്മൾ തയ്യാറാവുക, റെഡിനെസ്, എക്സ്പീരിയൻസ്, അനുഭവം, ഇതിൻ്റെ പ്രാധാന്യം. അടുത്തത് അറിയേണ്ടത് പ്രിൻസിപ്പിൾസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ്. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. എങ്ങനെയാണ് വികാസം നടക്കുക? ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലോട്ടാണ്. അതോടൊപ്പം ഡെവലപ്മെൻറ്റ് ഫോളോസ് എ പ്രെഡിക്റ്റബിൾ പാറ്റേൺ. ഒരു പാറ്റേൺ ഉണ്ടല്ലോ. ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ വളരും, എത്രയൊക്കെ വളരും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൊക്കെ കുറേ തിയറീസ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കണം. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ഡെവലപ്മെൻറ്റ്. എല്ലാ കുട്ടികളും ഒരേ ഫേസിൽ വളരുമോ? ഇല്ല, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാകും. ഇൻട്രാക്ഷൻ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പരിസ്ഥിതിയും അതോടൊപ്പം തന്നെ എന്താണ് പാരമ്പര്യവും, ആ ഒരു ഘടകങ്ങൾക്കുള്ള ബന്ധം. പിന്നെ ഡെവലപ്മെൻറ്റ് ഹോളിസ്റ്റിക് ആണ്, എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള ഒരു കാര്യമല്ലേ. ഫിസിക്കൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ. പിന്നെ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എന്താണ് ഹെറിഡിറ്റി, എന്താണ് എൻവയോൺമെൻറ്റും, അത് റിലേറ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് ജീൻസ് ആൻഡ് സറൗണ്ടിങ്. നമ്മുടെ ജനിതകപരമായിട്ടുള്ള കാര്യങ്ങളും പാരിസ്ഥിതികപരമായിട്ടുള്ള കാര്യങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഫാമിലി, സ്കൂള്, കൾച്ചർ, ന്യൂട്രീഷൻ. പിന്നെ എന്താണ് ടീച്ചറിൻ്റെ റോള്. ഇത്രയും കാര്യമാണ് അവിടെ വരിക. ദെൻ സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ എന്താണ് ഏർലി ഡെവലപ്മെൻറ്റിൽ ആർക്കാണ് പ്രാധാന്യം കൊടുക്കുക? പേരൻസ് ആണ്. കാരണം കുട്ടി ആദ്യം പഠിക്കുന്നത് എന്താണ്? വീട്ടിൽ നിന്നല്ലേ. ദെൻ ടീച്ചർ ആസ് എ സോഷ്യലൈസിങ് ഏജൻറ്റ്. സോഷ്യലൈസേഷൻ ഏജൻ്റായിട്ട് ടീച്ചർ എങ്ങനെ പ്രവർത്തിക്കുന്നു? പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഓൺ ബിഹേവിയർ ആൻഡ് ലേണിംഗ്. ഒരാളുടെ ബിഹേവിയറിലും ലേണിങ്ങിലും പിയർ ഗ്രൂപ്പിന് സഹപാഠികളുടെ ഇൻഫ്ലുവൻസും. പിന്നെ എന്താ സ്കൂൾ ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്കൂൾ എങ്ങനെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുന്നു. ഫൈനലി പിയാഷയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റും കൂടെ നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ പറയാം. പിയാഷയുടെ പറയുമ്പോൾ എന്താണ് സ്റ്റേജുകൾ പഠിക്കണം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്, നോട്ട്സ് ഒക്കെ ആയിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലും അവൈലബിൾ ആണ്. ക്യാരക്ടേഴ്സ് ഓഫ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് സ്ഥിരം ചോദിക്കുന്നതാണ്. സ്കീമ, അസിമിലേഷൻ, അക്കോമഡേഷൻ. പിന്നെ പിയാഷയുടെ ലിമിറ്റേഷനും ക്രിറ്റിസിസും. ഇത്രയും കാര്യങ്ങളാണ് അറിയേണ്ടത്. അപ്പം ബാക്കി സെക്ഷൻസ് നമുക്ക് എന്താണ് അടുത്ത ക്ലാസ്സിലൂടെ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു ഓൾ.